വാക്കുകൾക്ക് പ്രാധാന്യം ഞങ്ങൾ എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരാൾ എക്സ് എന്നൊരാൾ സിറ്റിംഗ് മെമ്പറാണ്. അയാളെ മാറ്റിയിട്ട് പുതിയ ആൾ വരുമ്പോൾ അയാളുടെ സ്വീകാര്യത കൊടുക്കണം, വിജയസാധ്യത. ഞാൻ പറയാം, 970 നിയമസഭ ഇലക്ഷനിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് യുവാക്കൾക്ക് തള്ളിക്കയറ്റുണ്ടായ ഇലക്ഷനായിരുന്നു 970. 3 മുൻ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ 2 മുൻ മുഖ്യമന്ത്രിമാർ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആദ്യമായിട്ട് നിയമസഭയിലെത്തിയത് 70-ലാണ്. കാരണം അന്ന് ചെറുപ്പക്കാർക്ക് 2 പാർട്ടിയും വലിയ പ്രാധാന്യം കൊടുത്തു 70-ൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, AK ആന്റണി മത്സരിച്ച എവിടെ അറിയോ? 60% CPM-ന് മുൻതൂക്കമുണ്ടായിരുന്ന ചേർത്തലയാണ്. അദ്ദേഹം ജയിക്കുന്നത് 365 വോട്ടിന്. ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് മത്സരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിൽ CPM-ന് മുൻതൂക്കം ഉണ്ടായിരുന്ന പുതുപ്പള്ളിയിലാണ്. ശക്തമായ ത്രികോണ മത്സരം. അവിടെയാണ് ഉമ്മൻചാണ്ടി 1000-ൽ താഴെ വോട്ടിന് അന്ന് ജയിക്കുന്നത്. ഇവർ രണ്ടുപേരും അവരുടെ കഴിവുകൊണ്ട് പൊരുതി നേടിയെടുത്ത സീറ്റാണ്. അതേസമയത്ത് കഴിഞ്ഞ നിയമസഭയിൽ 2021-ൽ ഞങ്ങൾ 50ഓളം പുതിയ ആൾക്കാർക്ക് കൊടുത്തു. അതിൽ 49 പേരും തോറ്റു. അപ്പം അതിൻ്റെ അർത്ഥം കൊടുത്ത പലരും നിയോജകമണ്ഡലമായിട്ടോ മറ്റോ ബന്ധമുള്ളവരായിരുന്നില്ല. നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞങ്ങൾ ചില സീറ്റുകളുണ്ട് പാർട്ടിക്ക്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സീറ്റ് ഹരിപ്പാട്, PD സതീശൻ്റെ സീറ്റ് പിറവം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം. ഇതൊന്നും UDF-ൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളല്ല. ഇവരല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ അവിടെ സാധ്യതയില്ല. ഇപ്പം ഞാൻ വട്ടിയൂർക്കാവിൽ 2 തവണ ജയിച്ചു. ഞാൻ പോയതിനു ശേഷം അവിടെ 2 തവണയും കോൺഗ്രസ് ജയിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത് പോയി. എന്താ കാരണം? പകരം വന്ന സംവിധാനങ്ങൾ അത്രയധികം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ചില നിയോജക മണ്ഡലങ്ങളിൽ പഴമക്കാരാണെങ്കിലും സീനിയേഴ്സിന് അവിടെ പ്രാധാന്യമുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസ്സിന് നല്ല വിജയസാധ്യതയുള്ള സീറ്റിലാണെങ്കിൽ ആരും നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ 3 തവണ എന്നുള്ള നിബന്ധന എല്ലാവർക്കും ബാധകമാക്കരുത്. ചില സീറ്റുകളിൽ ചില വ്യക്തികൾ നിന്നാലാണ് വിജയിക്കുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില സീറ്റിൽ പുതുമുഖങ്ങളെ നിർത്തിയാൽ വിജയസാധ്യത ഉണ്ടെങ്കിൽ അവിടെ അത് പരീക്ഷിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞങ്ങൾ ഇത്തവണ നോക്കുന്നത്.